തിരുവനന്തപുരം നെടുമങ്ങാട് വിനോദ് കൊലക്കേസ് മുഖ്യപ്രതി ഉണ്ണിക്ക് വധശിക്ഷ. കണ്ണൻ, രജിത് ബാബു, ശരത് ബാബു എന്നീ മറ്റു പ്രതികൾക്ക് ജീവപര്യന്തവും കോടതി ശിക്ഷ വിധിച്ചു. 2016 ആശുപത്രി വളപ്പിൽ വെച്ചായിരുന്നു കൊലപാതകം. വീണ്ടും ശാലിനി ചേരുന്നു. ശാലിനി, വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിലാണ് സാധാരണ വധശിക്ഷ വിധിക്കുന്നത്. ഇത് നെടുമങ്ങാട് ആശുപത്രി പരിസരത്ത് വെച്ച് നടന്ന ഒരു സംഭവമാണെന്ന് ഞാൻ ഓർക്കുന്നു. 2016 ഇത് നടന്നത് എന്ന് കരുതുന്നു. വധശിക്ഷ വിധിക്കാനുള്ള കാരണം എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അനിൽ നമ്പ്യാർ ഏറെ കോളിളക്കം സൃഷ്ടിച്ച നെടുമങ്ങാട് വിനോദ് വധക്കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പരവൂർ സ്വദേശി ഉണ്ണി എന്ന കാട്ടുണ്ണിക്കാണ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഉണ്ണി മുമ്പും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്നുള്ള വിലയിരുത്തലിന്റെയും കണ്ടെത്തലിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് വിനോദ് വധക്കേസിൽ ഔദ്യോഗികമായി ഒന്നാം പ്രതിയായ ഉണ്ണിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് സമൂഹത്തിന് ആപത്താണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കേസിലെ 6 പ്രതികളിൽ 2 പ്രതികളെ വെറുതെ വിട്ടു. ഒപ്പം തന്നെ കേസിലെ മറ്റ് 3 പ്രതികളായ ശരത് കുമാർ, രജിത് ബാബു, കണ്ണ എന്നിവർക്ക് ജീവപര്യന്തം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ഈ കേസിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. നെടുമങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സുഹൃത്തിനെ കൂട്ടിനിരിക്കാൻ പോയ വിനോദിനെ മദ്യലഹരിയിലായിരുന്ന പ്രതികൾ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് നടന്ന സംഭവം. തൊട്ടു പിന്നാലെ തന്നെ ചോരയൊലിപ്പിച്ച് വന്ന പ്രതികളോട് എന്തു പറ്റിയെന്ന് ചോദിച്ചതിന് വിനോദിനെ കത്തിയെടുത്ത് കുത്തി എന്നുള്ളതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ, മറ്റ് മൊഴികൾ, സാക്ഷിമൊഴികൾ അടക്കം വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഔദ്യോഗികമായി ഇപ്പോൾ ഒരു വിധി വന്നിട്ടുള്ളത്. എന്തായാലും വിനോദിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും അന്ന് കുത്തേറ്റിരുന്നു. ഏറെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ കുടുംബത്തിന് ആശ്വാസമായി വിനോദ് വധക്കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷയും കേസിലെ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുമുള്ള 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിർണായകമായിട്ടുള്ള വിധി. സുണ്ണി എന്ന കാട്ടുണ്ണി പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാകും എന്ന ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് വധശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് വിനോദ് കൊലക്കേസിലെ മുഖ്യപ്രതി ഉണ്ണിക്ക് വധശിക്ഷ. കണ്ണൻ, രജിത് ബാബു, ശരത് ബാബു തുടങ്ങിയ കൂട്ടുപ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും കോടതി വിധിച്ചു. 2016 ആശുപത്രി വളപ്പിൽ വെച്ചായിരുന്നു കൊലപാതകം. പ്രതികൾ മദ്യലഹരിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.